ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കറിൽ ഒറ്റ വിസിലിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ വെറും 2 ചേരുവയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് അരി ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പൊന്നിയരിക്ക് പകരം പച്ചരിയോ പായസത്തിൻ്റെ അരിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അരിയുടെ വേവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊന്നിയരി ആയതുകൊണ്ട് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. പച്ചരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയാകും വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതാ 2 വിസിലും വന്നിട്ടുണ്ട്. ഞാനിനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലോട്ട് ശർക്കരപ്പാനി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചിട്ട് പാനിയാക്കി എടുക്കണം. ഒരു നൂൽ പരുവൊന്നും ആക്കണ്ട, ജസ്റ്റ് ശർക്കരയൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഞാനിവിടെ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന അച്ച് ശർക്കരയേക്കാളും ഉണ്ട ശർക്കര കുറച്ച് കളറുള്ള ശർക്കര എടുക്കുന്നതാണ് നല്ലത്. ഉണ്ട ശർക്കര ആയിരിക്കും കൂടുതൽ ടേസ്റ്റിയും കിട്ടുക. മറയൂർ ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷറെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പ്രഷർ മുഴുവൻ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അരി ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതാ പ്രഷർ മാറ്റി ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അരിതാ ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരി വേവിച്ചെടുക്കാനായിട്ട്. അരി ഒന്ന് വിട്ട് കിടക്കുന്ന ഒരു പരുവത്തിലും എന്നാൽ നല്ല പോലെ വെന്തിട്ടുള്ള ഒരു പരുവത്തിലും ആയിരിക്കണം. കുഴഞ്ഞു പോകരുത്. ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്താ ശർക്കരപ്പാനിയും ഒന്ന് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അരിയും ശർക്കരപ്പാനിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ശർക്കരപ്പാനി പെട്ടെന്ന് വലിഞ്ഞ് കട്ടിയായി പോകും. ഇനി അരിയിലോട്ട് ശർക്കരപ്പാനി എല്ലാം പിടിച്ചു വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടുക. ഇനി ഇത് നല്ലപോലെ ലോ ഫ്ലെയിമിലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലൊക്കെ കോരി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണിത് കുറുക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഗ്ലാസ്സിലൊക്കെ കോരി ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ കുറച്ചും കൂടെ ഒന്ന് കുറുക്കി ഒന്ന് തിക്കാക്കിയാണ് എടുക്കുന്നത്. നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഒഴുകി പോകാത്ത ഒരു പരുവത്തിൽ എന്നാൽ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കട്ടി പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിലോട്ട് തേങ്ങാക്കൊത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്നട്ടും കിസ്മിസും നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു പായസമാണ്. ആ ഒരു ഇതിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി അതിൻ്റെ വിസിലൊക്കെ മാറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ലൂസായിട്ടും അല്ല, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടും അല്ലാത്ത ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു സ്പൂണിലൊക്കെ കോരി കഴിക്കാവുന്ന ആ ഒരു പരുവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണമെന്നുള്ളവർക്ക് ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുത്താൽ മതിയാകും. അപ്പം ഞാൻ അതൊരു സെർവിങ് ബൗളിലോട്ട് വെറുതെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.